രക്തത്തിരകൾ നീന്തി വരും പുലരികളെ, ഞങ്ങൾ തങ്കക്കച്ചകൾ നൽകിയ സന്ധ്യകളെ, ശക്തികൾ കുക്കും ഞങ്ങളുടെ കയ്യിലെ പുത്തൻ കൊടിയിരു കണ്ടു. ഹരിജനങ്ങളെ ദൈവമക്കളായി കാണാൻ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ഉയർന്നവനും താഴ്ന്നവനുമെന്ന ചിന്തയെ വേരോടെ പിഴുതെറിയുമെന്ന് ഗാന്ധിജി പ്രതിജ്ഞ ചെയ്തു. സ്വന്തം ജീവിതത്തിലും അദ്ദേഹം അത് പകർത്തിക്കാട്ടി. ഉച്ചനീചത്വം കൊടികുത്തി വാണിരുന്ന കേരളത്തിൽ അയ്യങ്കാളി നടത്തിയിരുന്ന ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ടിരുന്ന ഗാന്ധിജി കേരള സന്ദർശന വേളയിൽ അയ്യങ്കാളിയെയും കൂട്ടരെയും കാണാനെത്തി. മിസ്റ്റർ അയ്യങ്കാളി, ഗാന്ധിജി വരുന്നു. ഞാനും എന്റെ സൈന്യവും എന്തു വേണം? വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പട്ടാളവും വേണ്ട, പോലീസും വേണ്ട. എന്റെ പുലയന്മാർ ഓരോ പെർലോങ്ങിലും നിന്നാൽ മതി. ഒരുക്കങ്ങളെല്ലാം തീർന്നില്ലേ? ഓ, തീർന്നേ. പിന്നെ വരുമോ? ഈ പുലയരെ കാണാൻ അദ്ദേഹം വരുമോ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സംശയിച്ചേ. അദ്ദേഹമായതിനാൽ ആ സംശയമില്ല. കാരണം അദ്ദേഹം മഹാത്മാഗാന്ധിയാണ്. നമസ്തേ ബാബുജി. നമസ്തേ ജി. മിസ്റ്റർ അയ്യങ്കാളി, താങ്കളെ ഞാൻ നമസ്കരിക്കുന്നു. നമ്മൾ രണ്ടുപേരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. താങ്കൾ അതിൽ വിജയിച്ചു. എന്റെ വിജയം ഇനിയും ആകട്ടെ. താങ്കൾക്ക് എന്താണ് വേണ്ടത്? പറയൂ. 100 ബിയ്യക്കാരെ. ശരി. ആടി ആടി തളർന്ന പാദമല്ല, അടലാടി ആടി തളർന്ന കൈകളല്ല, അഷ്ടദിഗ്ഗ ഗോപുരങ്ങളെ സൃഷ്ടിശാലയായി മാറ്റും, നാളെ രാഷ്ട്രശില്പശാലയായി